എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മളുടെ ജീനിയുടെ മറന്നുപോയ ആ 20 വർഷമില്ലേ അത് കാണിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീനിയാണെങ്കിൽ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കാൻ നേരത്ത് അവിടെ വെച്ചിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ പഴയ ലൈഫിലുള്ള ആ പെങ്കൊച്ചില്ലേ അവളെയായിട്ട് കാണും. ഇവളെ കാണുന്ന നമ്മുടെ ജീനിക്കാണെങ്കിൽ ഫീൽ ചെയ്യും, അതായത് ആ 20 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ടൊരു കൊച്ചു അവൻ്റെ അടുത്ത് വിഷു വെച്ചില്ലേ അതേ പെൺകുട്ടി തന്നെയാ എന്ന്. ഇവിടെയായിട്ട് ആ പെൺകുട്ടിയാണെങ്കിൽ ഈത്തപ്പഴം വിറ്റാണ് അവളുടെ ജീവിതമാർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീനി ആയിരുന്നാലും ഇവളെ കണ്ടുടനെ വന്ന് ഇവളുടെ അടുത്ത് ചോദിക്കും, നീ ആ പണ്ടത്തെ പെൺകുട്ടി തന്നെ അല്ലേ എന്ന്. എന്നാൽ ഇവക്കാണെങ്കിൽ നമ്മുടെ ജീനിനെ വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവളുടെ മുഖത്തായിട്ട് പണ്ടാ ചെന്നായ്ക്കള് ഇവളെ കടിച്ചില്ലായിരുന്നോ, ആ പാടും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ ജീനി ആണെങ്കിൽ ഇവളെ ഇട്ട് ഒരുപാട് കളിയാക്കാനും ഇവളുടെ കൂടെ സംസാരിക്കാനും കൂട്ടുകൂടാനും ഒക്കെ ട്രൈ ചെയ്യും. എന്താന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ അന്നേ ഇവളുടെ അടുത്ത് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം ഇവള് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ വിഷ് ചോദിച്ചത് മൊത്തം. ഇവിടെയായിട്ട് ആ പെൺകുട്ടി ആയിരുന്നാലും ഇവന് വലിയ മൈൻഡ് ഒന്നും കൊടുക്കത്തില്ല. നമ്മളുടെ ജീനി ആയിരുന്നാലും ഇവളുടെ കയ്യിൽ നിന്ന് കുറേ ഈത്തപ്പഴമൊക്കെ വാങ്ങിക്കും. എന്നിട്ട് ഇവക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുക്കും. ഇവളുടെ പുറകെ അവൻ ശല്യം ചെയ്ത് നടക്കും. ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവക്കൊരു ഒട്ടകത്തിനെ വാങ്ങിക്കണമെന്നാണ്. എന്താന്ന് വെച്ചാൽ അവക്ക് തിരിച്ച് അവളുടെ നാടായിട്ടുള്ള കൊറിയയിലോട്ട് പോകണമായിരുന്നു. അങ്ങനെ അവള് പൈസയൊക്കെ ശേഖരിച്ചിട്ട് ഒരാളുടെ അടുത്ത് ചെന്നിട്ട് പറയും, എനിക്കൊരു ഒട്ടകത്തിനെ വേണം എന്ന്. ആ ഒട്ടകത്തിന്റെ ഓണർ പറയും, നീ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ നിനക്ക് ഒട്ടകത്തിനെ തരാമെന്ന്. ഇയാളിവിടെ നമ്മളുടെ ജീനിനെ കൂടെ കൊണ്ടുപോകാൻ റെഡി ആവത്തില്ല. നമ്മുടെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അയാൾ പൈസ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്നിട്ട് പറയും, നിന്നെ പോലുള്ളവർക്കൊന്നും ഞാൻ ഒട്ടകത്തിനെ കൊടുക്കത്തില്ല, നിനക്ക് ഇത്രയും ക്യാഷ് കൈ വയ്ക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റി അയാൾ പോകാനൊരുങ്ങും. എന്നാൽ നമ്മളുടെ ജീനിയാണെങ്കിൽ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ഇയാളെ കൊന്നിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് എടുത്ത് നമ്മളുടെ ഈ പെൺകുട്ടിയുടെ കയ്യിലായിട്ട് കൊടുക്കും. ഇവളിത് കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൾ ചോദിക്കും, നീ ആൾക്കാരെ എന്ത് എളുപ്പത്തിലാ കൊന്നു കളയുന്നത്, നിനക്കതിന് എങ്ങനെ തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അവളവിടെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവളവിടെ ജീനിയെടുത്ത് പറയും, ഇനി മേലെ എൻ്റെ മുമ്പിൽ വന്നു പോകരുത്, എനിക്ക് നിന്നെ കാണണ്ട എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീനിക്ക് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയായിരുന്നാലും ജീനിനെ കാണാണ്ട് അവളുടെ വീട്ടിലായിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുക. ജീനി അങ്ങനെ വിട്ടൊന്നും കൊടുക്കത്തില്ല. അവനാണെങ്കിൽ വീണ്ടും ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് പറയും, നിനക്ക് കൊറിയയിൽ പോകാനല്ലേ ആഗ്രഹം, ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നെ സഹായിക്കാമെന്ന്. ഇത് കേൾക്കുന്ന അവൾക്ക് നല്ല സന്തോഷം. അവൾ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇവളുടെ ചിരി കാണുന്നേ നമ്മളുടെ ജീനി ഫ്ലാറ്റായി പോയിട്ടുണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ട് എന്തോ പോലെ ഫീൽ ചെയ്യും. അവൻ്റെ ഹേർട്ട് ബീറ്റൊക്കെ കൂടാൻ തുടങ്ങും. അവന് തന്നെ മനസ്സിലാവത്തില്ല അവൻ എന്താ സംഭവിക്കുന്നേ എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജീനിയും അതേപോലെ ഈ പെൺകുട്ടിയും കൂടി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവരങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു കൊച്ചിറക്കനെ കാണും. ഇവനാണെങ്കിൽ മറ്റേ നൂല് വെച്ചിട്ട് ഒരു മാറ്റ് പോലത്തെ സംഭവം ഉണ്ടാക്കുമായിരുന്നു. ഇവൻ വേറെ ആരുമല്ല, നമ്മളുടെ ആ വില്ലനായിട്ടുള്ള ചെറുക്കൻ തന്നെയാണ്. അവനെ കാണുന്നത് നമ്മളുടെ ഈ പെൺകുട്ടിയാണെങ്കിൽ അവന് വന്നിട്ട് കുറച്ച് മെഡിസിനൊക്കെ കൊടുക്കും. ഇവനെ കാണുന്നേ നമ്മളുടെ ജീനി അവനെ നോക്കിയിട്ട് പറയും, ആഹാ നീ പകുതി ജീനിയും പകുതി മനുഷ്യനുമാണല്ലോ, നിന്റെ ഈ അസുഖത്തിന്റെ മെയിൻ റീസൺ തന്നെ നിന്റെ ഈ മനുഷ്യ ശരീരമാണ് എന്ന്. ഇവിടെ ഈ കൊച്ചിറക്കം നമ്മളുടെ ജീനിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് ഈ മാറ്റ് തരാം, ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള മാറ്റാ, ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഉപയോഗം വരും, അതിന് പകരമായിട്ട് എനിക്ക് നിങ്ങളെ തന്നെ തന്നാൽ മതി. എന്നാൽ നമ്മളുടെ ജീനിയാണെങ്കിൽ അത് കേട്ടിട്ട് അവനെ കളിയാക്കിയിട്ട് അവിടെ നിന്നങ്ങ് പോവും. നമ്മളുടെ ജീനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയെടുത്ത് ഭയങ്കര ഇഷ്ടമാണല്ലോ, അവൻ അവളുടെ പുറകെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് കാണുന്ന ആ ചെറുക്കന് നല്ല ദേഷ്യം വരും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ യാങ്, അതായത് ഈ പഴയ ജന്മത്തിലുള്ള പെൺകുട്ടിയില്ലേ, അവളൊരു ഡ്രസ്സ് തയ്ച്ച് അങ്ങ് ഉറങ്ങിപ്പോകുന്നതാ. ഇവളുടെ കയ്യിൽ സൂചി കൊള്ളുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീനി വന്നിട്ട് ചോദിക്കും, നീ എന്താ റെസ്റ്റ് എടുക്കാത്തത്? അപ്പോൾ ഇവള് പറയും, കൊറിയയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തയ്ക്കുമായിരുന്നു ഞാൻ. ഇവിടെയായിട്ട് നമ്മുടെ ജീനി അവളെ കൊണ്ടുവന്ന് ലാമ്പിലായിട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയും, ഇവിടെ നല്ല വെട്ടമുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. നമ്മളുടെ ഈ പെൺകുട്ടിയായിരുന്നാലും ജീനിക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ജീനി ഇത് നല്ലതുപോലെ കേട്ട് ആസ്വദിക്കും. അവൻ്റെ ഹൃദയം നല്ലതുപോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. അവന് തന്നെ അറിയത്തില്ല അവൻ എപ്പോഴാണ് ഈ പെൺകുട്ടിനെ ഇത്രയും സ്നേഹിക്കാൻ തുടങ്ങിയത് എന്ന്. ഇവർ രണ്ടുപേരും ഒരു റൊമാൻറ്റിക് ലൈഫ് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ഈ പെൺകുട്ടിയായിരുന്നാലും അവളുടെ ആഗ്രഹങ്ങളെല്ലാം പറയും. അതെല്ലാം നമ്മളുടെ ജീനി സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ആകാശത്തിലെ നക്ഷത്രത്തെ കാണണമെന്ന് പറയും, ആകാശത്തിൽ ഈ ലൈറ്റിനെ പറത്തി വിടണമെന്ന് പറയും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീനി സാധിച്ചു കൊടുക്കും. ജീനിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ സമയം ഇവിടെ നിന്ന് പോവണേ എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അത്രയ്ക്കും നല്ലൊരു സമയമായിരുന്നു അവിടെ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ജീനിയുടെ ലാമ്പ് ഒരാളുടെ കയ്യിലായിട്ട് കിട്ടും. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല,
നമ്മളുടെ ആ പെൺകുട്ടീനെയും ചെറുക്കനെയും ഒക്കെ കടത്തിക്കൊണ്ട് കുറച്ച് അറബികൾ ഉണ്ടായിരുന്നില്ലേ, അതിനകത്തുള്ള ഒരാൾ തന്നെയായിരുന്നു. ഇയാളെ കാണുന്നേ നമ്മളുടെ ജീനി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ചാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നമ്മളുടെ ജീനി കൊന്നു കളഞ്ഞതല്ലേ, ഇയാളെ എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഇയാളാണെങ്കിൽ നമ്മളുടെ ജീനി എടുത്ത് വരം ചോദിക്കും, എനിക്കാണെങ്കിൽ ഈ സ്ഥലത്തുള്ള ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളാവണം എന്ന്. അങ്ങനെ നമ്മളുടെ ജീനി ആ ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഇയാൾ അവിടുത്തെ വലിയൊരു റിച്ച് ആയിട്ടുള്ള ആളാവും. എന്നാൽ ഇയാൾക്ക് ആരും വലിയ ബഹുമാനമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇയാളാണെങ്കിൽ നമ്മുടെ ജീനി എടുത്ത് രണ്ടാമത്തെ വിഷ് ചോദിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ആരാണോ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് അവരെല്ലാവരും ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനി ആണെങ്കിൽ ഒന്നും മടിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാങ്, അതായത് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ആരെയും കൊല്ലരുത്, മനുഷ്യർക്ക് വേറെ ദ്രോഹമൊന്നും ഉണ്ടാക്കരുത് എന്ന്. എങ്കിലും ഇയാൾ ചോദിച്ച വരം അവന് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അവസാനം അവൻ അതും ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ഒരു സ്ഥലത്താണെങ്കിൽ കുറേ ആൾക്കാർ മരിച്ചു വീഴും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഈ പണക്കാരനായിട്ടുള്ള ആളാണെങ്കിൽ ഈ സ്ട്രീറ്റിൽ കൂടി നടന്നു പോകാൻ നേരത്ത് അവിടെ വെച്ചിട്ട് നമ്മളുടെ യാങ്ങിനെ കാണുന്നതാ. ഇവളെ കാണുന്നതും അയാൾക്ക് ഓർമ്മ വരും. ഇയാൾ മറ്റേ പിച്ചക്കാരനായിട്ടിരുന്ന സമയത്ത് നമ്മുടെ യാങ് മാത്രമായിരുന്നു ഇയാളുടെ അടുത്ത് കുറച്ചെങ്കിലും കരുണ കാണിച്ചിട്ടുള്ളത്. അവളാണെങ്കിൽ ഇയാൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇയാളിത് കണ്ടിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ എൻ്റെ അടുത്ത് ഭയങ്കര കൈൻഡ് ആയിട്ടല്ലേ മുന്നേ നടന്നിട്ടുള്ളത്, നിനക്ക് എന്താ വേണ്ടത്, എന്തായിരുന്നാലും എൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ അതെല്ലാം സാധിച്ചു തരാമെന്ന്. എന്നാൽ നമ്മുടെ യാങ് അവിടെ പറയും, എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്ന അയാൾക്ക് നല്ല ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനിക്ക് അവൾ ആ തയ്ച്ചിട്ട ഉടുപ്പില്ലേ കൊറിയക്കാരുടെ ഡ്രസ്സ് അതിട്ട് കാണിക്കുന്നതാ. ഇവനത് കാണുന്നേ ഭയങ്കര സന്തോഷമാവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ പണക്കാരനായിട്ടുള്ള ആളാണെങ്കിൽ നമ്മളുടെ ജീനിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് കാണുന്നത് നമ്മളുടെ ജീനിയാണെങ്കിൽ യാങ്ങിൻ്റെ അടുത്ത് പറയും, അവനാണെങ്കിൽ അവൻ്റെ അവസാനത്തെ വിഷ് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്, ഞാൻ വേഗം പോയി ആ വിഷ് ഗ്രാൻഡ് ചെയ്തിട്ട് നിൻ്റെ അടുത്തോട്ട് വേഗം ഓടി വരാമെന്ന്. ഇവിടെയായിട്ട് ആ പെൺകുട്ടിയും അതിന് ഓക്കെ പറയും. ഇയാളാണെങ്കിൽ നമ്മളുടെ ജീനിനെ വിളിച്ചിട്ട് പറയുന്നത് തന്നെ, ഞാൻ ഇന്നൊരു പെൺകുട്ടീനെ കണ്ടു, അവൾക്ക് ഞാൻ ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തു, എന്നാൽ അവൾ അത് വേണ്ട എന്ന് വെച്ചു. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ അവൾ എൻ്റെ കൂടെ ലൈഫ് മൊത്തം സ്പെൻഡ് ചെയ്യണം എന്നാണ്, അവളെ ഇപ്പോൾ എനിക്ക് വേണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനി ആണെങ്കിൽ അതങ്ങ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ജീനി ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നത് നമ്മളുടെ യാങ് ആയിരുന്നു. ഇവളെ കാണുന്നത് നമ്മളുടെ ജീനി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവളെ പിടിക്കാൻ വരുന്ന ഭടന്മാരെയെല്ലാം നമ്മുടെ ജീനി എടുത്ത് ദൂരോട്ട് വലിച്ചെറിയും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ പണ്ടത്തെ ആ അനിയനില്ലേ, അവൻ നടന്നു വരും. യഥാർത്ഥത്തിൽ അവൻ്റെ അച്ഛനായിട്ടുള്ള ഷാദിയാണെങ്കിൽ അവൻ്റെ ആ ചെറുക്കൻ്റെ സോള് ഓൾറെഡി സ്വാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ വന്നിട്ട് ജീനി എടുത്ത് പറയും, നീ ആണെങ്കിൽ എന്നെ ഓർക്കുന്നുണ്ടോ, ഞാൻ നിൻ്റെ അടുത്താണെങ്കിൽ ഒരു നല്ല കാര്യം ഓഫർ ചെയ്തായിരുന്നു, അന്ന് നീ എന്നെ കളിയാക്കിയിട്ട് പോയല്ലേ. ഇതും പറഞ്ഞിട്ട് ഇവൻ നമ്മളുടെ ജീനിയുടെ കാലിലായിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു ത്രെഡില്ലേ അതെടുത്തങ്ങ് കെട്ടിക്കൊടുക്കും. നമ്മുടെ ജീനിക്ക് അനങ്ങാൻ കൂടി പറ്റത്തില്ല. ഇവൻ പറയും, ഞാൻ അന്ന് നിനക്ക് ഈ ഒരു ത്രെഡ് ഓഫർ ചെയ്തതാ, പക്ഷേ നീ എന്നത് വേണ്ടാന്ന് പറഞ്ഞു, ഇതിൻ്റെ പവർ നീ കണ്ടോ. ഇവിടെയായിട്ട് അവനാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ റിവീലാക്കും, നിങ്ങൾക്കറിയാവോ ആ നിൽക്കുന്ന പെണ്ണിന് ഈ ജീനിനെയാണ് ഇഷ്ടമെന്ന്. ഇത് കേൾക്കുന്ന ആ പണക്കാരനായിട്ടുള്ള ആൾക്ക് ഭയങ്കരമായിട്ട് ജലസ് അടിച്ചിട്ട് അയാൾ വേഗം തന്നെ നമ്മളുടെ ഈ യാങ്ങിനെ വന്ന് ഒരു വാളെടുത്തങ്ങ് കുത്തും. അയാൾ വിചാരിക്കുന്നത് തന്നെ ഈ പെണ്ണിനെ എന്നെക്കാട്ടി ഇഷ്ടം ജീനിനെയാണ്, അവൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് വേണ്ട എന്നാണ്. ഇത് കാണുന്നത് നമ്മളുടെ ജീനി ഭയങ്കരമായിട്ടങ്ങ് തകർന്നു പോവും. അവൻ വേഗം തന്നെ അവൻ്റെ കാലിലുള്ള ആ ഒരു ത്രെഡൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളുടെ ഈ പെൺകുട്ടിനെ വന്നങ്ങ് പിടിക്കും. അവളായിരുന്നാലും ഇവനെ നോക്കിയിട്ട് പറയും, ഈ ലോകം എന്ത് ക്രൂരമാണല്ലേ, നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നമ്മളുടെ ജീവൻ എടുക്കുന്നത് എന്ന്. അവള് പറയും, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ലൈഫ് ഉണ്ടെന്നല്ലേ പറയുന്നത്, നീ എന്നെ അതിലേതെങ്കിലും ഒരു ലൈഫിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനി ഭയങ്കരമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവൻ്റെ ലാമ്പിനെ എല്ലാവരുടെയും മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെടുത്തും. എന്നിട്ട് പറയും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ലാമ്പ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഫസ്റ്റിലത്തെ ഒരു വിഷയമായിട്ട് ഈ പെൺകുട്ടിനെ രക്ഷിക്കൂ എന്ന് പറയൂ, ബാക്കി 2 വിഷസും ഞാൻ കംപ്ലീറ്റ് ആക്കി തരാം, ഞാനൊരു ജീനിയാണ് എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് പേടിച്ചു പോകുമെങ്കിലും ഒരു പിച്ചക്കാരൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ലാമ്പ് എടുത്തിട്ട് അതിനകത്ത് അയാൾ ഫസ്റ്റ് വിഷായിട്ട് പറയുന്നത് തന്നെ, എന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാക്കണം, എനിക്ക് ഒരുപാട് ഗോൾഡ് വേണം എന്നാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനി അത് സാധിച്ചു കൊടുക്കും. ജീനി പറയും, അടുത്ത വിഷ് പ്ലീസ് എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് രക്ഷിക്കണേ എന്ന്. എന്നാൽ അയാൾ വീണ്ടും പറയുന്നത് വീണ്ടും ഗോൾഡ് വേണം എന്നാ. ഇവിടെയായിട്ട് നമ്മളുടെ ജീനി ഒരുപാട് കിടന്ന് കെഞ്ചി പറയും. അവൻ പറയുന്നത് തന്നെ, നിങ്ങൾക്ക് ഞാൻ എന്ത് സാധിച്ചു തരാം, ഇവളുടെ ജീവൻ ഒന്ന് രക്ഷിക്കണേ എന്ന്. എന്നാൽ അയാൾ 3ാമത്തെ വിഷായിട്ട് പറയുന്നത് അയാൾക്ക് ഇനിയും ഗോൾഡ് വേണം, ഗോൾഡിൻ്റെ മഴ തന്നെ
പെയ്യിക്കണമെന്നാ. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആയിരുന്നാലും ജീവന് വേണ്ടിയിട്ട് പോരാടുമായിരുന്നു. അവൾ അവിടെ പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഈ ലോകത്ത് ഒറ്റയ്ക്കാക്കി പോകുന്നതിന്. സത്യത്തിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നല്ലോ. ഇവിടെയായിട്ട് ആ കൊച്ചിറക്കനുണ്ടല്ലോ, അവനും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ഓടിപ്പോവും. കാര്യം അവൻ്റെ മാറ്റിലായിട്ട് നമ്മളുടെ ഈ യാങ്ങിൻ്റെ ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇവള് മരിച്ചു വീഴുന്നതും ഇവളുടെ കൈ തട്ടിയിട്ട് ആ നൂലങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ ജീനി ഭയങ്കരമായിട്ട് തകർന്നിട്ട് അവൻ അവിടെ കിടന്ന് ബഹളം വെക്കും. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ വാളെടുത്തിട്ട് ഇപ്പോൾ വരം ചോദിച്ച ആ ഒരു പിച്ചക്കാരനില്ലേ, അയാളുടെ നെഞ്ചത്തായിട്ട് വാള് കുത്തി അങ്ങ് ഇറക്കും. അവൻ അത്രയ്ക്കും ദേഷ്യം ഉണ്ടായിരുന്നു. നമ്മളുടെ ജീനിയുടെ കണ്ണിൽ നിന്ന് ബ്ലഡൊക്കെ വരാനായിട്ട് തുടങ്ങും. അവനവിടെ കിടന്ന് കരയുന്നത് കാരണം അവിടെ ആകാശത്തായിട്ട് സ്വർണ്ണ മഴ തന്നെയാണ് പെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ജീനി നല്ല ദേഷ്യത്തിലായിരുന്നു. അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും അങ്ങ് കൊന്നു കളയും. നമ്മുടെ ജീനി മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവനവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ യാങ്ങിന്റെ ബോഡി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവൻ അങ്ങനെ ഇവളെ ആ ഒരു മരത്തിന്റെ കീഴിലായിട്ട് ഒരു മരുഭൂമിയിലായിട്ട് കൊണ്ടുവരും. അവിടെ വെച്ച് നമ്മളുടെ ജീനി ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അതായത് ഇവളുടെ ബോഡി എപ്പോഴാണോ നശിച്ചു പോകുന്നത് അതുവരെ അവനവിടെ കൂടെ ഇരിക്കും. ഇവൻ അത്രയ്ക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവനവിടെ ആഗ്രഹിക്കുന്നത് തന്നെ ഇവളെ ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും ഇനിയെങ്കിലും കണ്ടുമുട്ടണം. അവൻ അതിനു വേണ്ടിയിട്ട് എന്ത് ശിക്ഷ അനുഭവിക്കാനും റെഡിയാണ് എന്നൊക്കെയാണ്. അതേസമയം തന്നെ പ്രസന്റ് ടൈമിൽ കാണിക്കും നമ്മളുടെ മുത്തശ്ശീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഫ്രണ്ടില്ലേ, അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് നമ്മളുടെ മുത്തശ്ശിയുടെ വീട്ടിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ലേഡി പറയും, ഞാൻ നിന്റെ കള്ളത്തരം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്ന് ഇടിച്ച് ഇവരവിടെ മരിച്ചു പോവും. ഇതെല്ലാം ദൂരെ നിന്ന് നമ്മളുടെ മുത്തശ്ശിയും അതേപോലെ മെയ്യും കാണുന്നുണ്ടായിരുന്നു. ആ കാറിൽ വന്നിറങ്ങിയ വേറെ ആരുമല്ല, നമ്മളുടെ ആ കൊച്ചിറക്കാനില്ലേ, അവൻ്റെ ആൾക്കാരിൽ ഒരാൾ തന്നെയായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ജീനിയാണെങ്കിൽ യാങ്ങിനെ വന്ന് കണ്ടിട്ട് പറയും, എനിക്കിപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. നീ എൻ്റെ ലൈഫിലെ ഏറ്റവും മുറിവേൽപ്പിച്ച ഒരാളാണ്. നിന്നെ കാരണം ഞാൻ ഒരുപാട് വേദന സഹിച്ചു, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്ന് പറയും. ഇവനവിടെ കരഞ്ഞുകൊണ്ട് പറയും, എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ വന്നിട്ടുണ്ട് എന്ന്. നമ്മളുടെ യാങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നത്, നീ എന്തിനാ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴും സങ്കടപ്പെടുന്നേ, നമുക്ക് പ്രസന്റ് എങ്ങനെ നന്നാക്കാമെന്ന് നോക്കിയാൽ പോരെ, നമ്മൾ പ്രസന്റിൽ ഹാപ്പി ആയിട്ടിരുന്നാൽ പോരെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജീനിയുടെ 5ാമത്തെ കസ്റ്റമർ ഇല്ലേ, അയാളുടെ വൈഫാണെങ്കിൽ ഇപ്പോൾ എല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോൾ അവൾ ചേഞ്ച് ആക്കിയ പാസ്വേഡ് പോലും ഓർമ്മയില്ല. അവളവിടെ ഭയങ്കരമായിട്ട് കിടന്ന് കരയും. പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അടുത്ത് പറയും, നിന്റെ അച്ഛന് വേഗം തന്നെ സുഖമാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാവെന്ന്. ഇത് കേൾക്കുന്നേ അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ മുത്തശ്ശീനെയും മെയിനെയും കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരിപ്പോൾ ഒളിച്ച് താമസിക്കുകയായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ യാങ് ഇവരെ കൊണ്ടൊന്ന് സേഫായിട്ട് നമ്മളുടെ ലാമ്പിനകത്തായിട്ട് ഇരുത്തും. എന്നിട്ട് സേജിൻ്റെ അടുത്ത് പറയും, എന്ത് വില വന്നാലും എൻ്റെ മുത്തശ്ശീനെ നിങ്ങൾ രക്ഷിച്ചോണോ എന്ന്. എന്നിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനിയുടെ കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കും. അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ക്യാഷ് എല്ലാം ഒരു ബാഗിലായിട്ട് എടുത്തിട്ട് നമ്മുടെ ആ ബാങ്ക് എംപ്ലോയിയില്ലേ അവളെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഈ ക്യാഷ് എല്ലാം ഞാൻ നിനക്ക് തരുവാണ്, പകരമായിട്ട് നിന്റെ ലാസ്റ്റ് വിഷ് അതെനിക്ക് തരണം, നീ റെഡിയാണോ? ഇവിടെയായിട്ട് അവളൊന്ന് ആലോചിച്ചിട്ട് പറയും, ഓക്കെ ഞാൻ റെഡിയാണ് എന്ന്. എന്നിട്ട് അവൾ നേരെ ജീനിനെ വന്ന് കണ്ടിട്ട് പറയുന്നത്, യാങ് എന്താണോ ആഗ്രഹിക്കുന്നത് എല്ലാം അതേപോലെ തന്നെ നടക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജീനിയും യാങ്ങും കൂടി മീറ്റ് ചെയ്യുന്നതാണ്. അവിടെ നമ്മളുടെ യാങ് പറയും, നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതെല്ലാം അതേപോലെ നടക്കുമെന്ന്. ഇവിടെ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കും. ഈ കെട്ടിപ്പിടുത്തം കാണുമ്പോഴേ നമുക്ക് തോന്നും ഇത് അവരുടെ അവസാനത്തെ കെട്ടിപ്പിടുത്തവാ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജീനി ആയിരുന്നാലും ആ കൊച്ചിറക്കനില്ലേ, അവൻ്റെ വീട്ടിലായിട്ട് അവൻ്റെ ഗുഹയിലോട്ട് ചെന്ന് കയറുന്നത് പോലെയാണ് ഇപ്പം എല്ലാ പ്ലാനിങ്ങും നടത്തി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീനിയാണെങ്കിൽ നേരെ വരുന്നത് ഈ കൊച്ചിറക്കൻ്റെ വീട്ടിലായിട്ടാണ്, അതും അവൻ്റെ ബ്രദറായിട്ടുള്ള ആ ഷാദിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ എത്തുന്നതും നമ്മളുടെ ജീനിനെ ഇവന്മാരെല്ലാവരോടും ചേർത്തിട്ട് മറ്റേ ആ പൊട്ടിക്കാൻ പറ്റാത്ത കയറില്ലേ അതിട്ട് കെട്ടിയങ്ങിടും. അതേസമയം തന്നെ ഈ കൊച്ചിറക്കനായിരുന്നാലും ആ ഷാദിനെ അങ്ങ് കൊന്നുകളയും. അവൻ്റെ സ്വന്തം അച്ഛനാണെങ്കിലും അവനാണെങ്കിൽ ഒട്ടും ദയ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ യാങ്ങിനെ കാണിക്കും. യാങ്ങിനെ ഇവന്മാരെല്ലാം കെട്ടി വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ യാങ്ങിനെ അടിക്കാനായിട്ട് വരുന്നതും അവൾ അവിടെ നിന്ന് അങ്ങ് മാഞ്ഞു പോകും. ഇത് കാണുന്നത് ഈ കൊച്ചിറക്കം വിചാരിക്കും അവൾ അവളുടെ ലാസ്റ്റിലത്തെ വിഷ് യൂസ് ചെയ്തു എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ യാങ് ആണെങ്കിൽ ആ ബാങ്കിലുള്ള പെണ്ണിൻ്റെ വിഷിനെ കടവായിട്ട് എടുക്കുകയല്ലേ ചെയ്തത്. അവൾ ചോദിച്ച വിഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാങ് ഒരു പ്രത്യേകതരം വാക്ക് പറയുമ്പോൾ അവൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വേഗം അവൾ നമ്മളുടെ ജീനിയുടെ അടുത്തായിട്ട് പ്രത്യക്ഷപ്പെടും എന്നായിരുന്നു. അതേപോലെ തന്നെ സംഭവിക്കും. അങ്ങനെ നമ്മുടെ യാങ് വേഗം തന്നെ അവൻ്റെ കയ്യിലെ കെട്ടൊക്കെ അങ്ങ് അഴിച്ചു കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയായിട്ട് ആ കൊച്ചിറക്കനെ കാണാൻ വേണ്ടി നമ്മളുടെ ഏഞ്ചലിൻ്റെ അസിസ്റ്റന്റിലെ അവൾ ആ ലാമ്പുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലാമ്പ് കാണുന്നതും പെട്ടെന്ന് തന്നെ ലാമ്പിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് നമ്മളുടെ സേജ് അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന്. അപ്പോൾ അവൾ പറയും, എന്നോട് എൻ്റെ മാസ്റ്റർ പറഞ്ഞതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, അല്ലാണ്ട് ഒന്നുമില്ല.
കിട്ടില്ല എന്ന്. എന്നാൽ ഈ ലാമ്പ് ആ കൊച്ചിറക്കൻ്റെ കൈ കിട്ടുന്നേ അവന് മനസ്സിലാവും. അതായത് നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ മൂന്നാമത്തെ വിഷ് ഇതുവരെ ചോദിച്ചിട്ടില്ല. ആ ലാമ്പിൻ്റെ ഓണർ ഇപ്പോഴും അവൾ തന്നെയാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സേജ് ആണെങ്കിൽ ഇവന്മാരുമായിട്ടെല്ലാം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അത് അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് അങ്ങനെ അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കും. അതേസമയം തന്നെ നമ്മളുടെ യാങ് ആയിരുന്നാലും അവിടെ വില്ലേജിലുള്ള വില്ലേജ് ഓഫീസേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണം, റോഡിലെങ്ങാണം ഒരുപാട് പക്ഷികളൊക്കെ മയങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൊച്ചിറക്കൻ്റെ വീട്ടിലായിട്ട് വരണമെന്ന്. അങ്ങനെ വില്ലേജിലുള്ള ആൾക്കാരെല്ലാം നമ്മളുടെ യാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തായിട്ട് ഓടിയെത്തും. അതേസമയം തന്നെ ആ കൊച്ചിറക്കനാണെങ്കിൽ ലാമ്പിൻ്റെ ഉള്ളിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മളുടെ മെയ്യും അതേപോലെ മുത്തശ്ശിയും ഉണ്ടായിരുന്നല്ലോ. ഇവരെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ കൊച്ചിറക്കൻ പറയും, ആദ്യമേ ആ മെയ്യിനെ കൊന്നു കളയണം, എന്നിട്ട് മാത്രമേ അവളുടെ മുത്തശ്ശീനെ എന്തെങ്കിലും ചെയ്യാവൂ. കാര്യം എന്താന്ന് വെച്ചാൽ യാങ് അവളുടെ അവസാനത്തെ ആ ഒരു വിഷിനെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാ എന്ന്. എന്നാൽ ഈ മെയ്യിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത് നമ്മളുടെ മുത്തശ്ശിയെ അവരുടെ മുമ്പിലായിട്ട് കയറിയങ്ങ് നിൽക്കും. അങ്ങനെ മുത്തശ്ശിക്ക് അവിടെ വെടികൊള്ളും. അവിടെ നമ്മുടെ മുത്തശ്ശി ആ സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴും. ഇത് കാണുന്ന മെയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ സേജ് ആയിരുന്നാലും ഫൈറ്റ് ചെയ്യായിരുന്നില്ലേ. എന്നാൽ അവിടെയായിട്ട് ഈ കൊച്ചിറക്കൻ്റെ മാജിക്ക് കാരണം ഇവനെ അങ്ങ് കൊന്നുകളയും. അവനും അവിടെ മരിച്ചു വീഴും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജീനീനെയാണ്. അവൻ നേരെ വന്നിരിക്കുന്നത് അവൻ്റെ ബ്രദറായിട്ടുള്ള വേറൊരു ജീനിയില്ലേ അവൻ്റെ ഗാർഡനിലായിട്ടാണ്. നമ്മളുടെ ജീനിക്ക് ഇപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെയുള്ള ആ ജയൻ്റ് ആയിട്ടുള്ള ആ പൂവില്ലേ അത് നശിപ്പിച്ച് കളഞ്ഞാൽ ആ കൊച്ചിറക്കനെ കൊന്നു കളയാൻ പറ്റുമെന്ന്. അവൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വരുന്നതാ. എന്നാൽ നമ്മളുടെ ഏഞ്ചൽ അതിന് സമ്മതിക്കത്തില്ല. അവൻ അവിടെ വന്നിട്ട് പറയും, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിൻ്റെ അവസാനമായിട്ട് നമ്മളുടെ ജീനിയാണെങ്കിൽ ആ ഏഞ്ചലിൻ്റെ ഒരു ചിറക് തന്നെയാ അങ്ങ് വെട്ടിക്കളയുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്തെ നമ്മളുടെ ആ കൊച്ചിറക്കൻ്റെ വീടില്ലേ അവിടെയായിട്ട് നമ്മുടെ വില്ലേജിലുള്ള ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ഇവിടെയുള്ള ആൾക്കാരായിട്ടൊക്കെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ ഈ കൊച്ചിറക്കനായിരുന്നാലും നമ്മുടെ യാങ്ങിനെ കൊണ്ടുവന്നിട്ട് ഇവളുടെ മുത്തശ്ശീനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നിന്റെ മുത്തശ്ശി മരിച്ചുപോയി എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ യാങ് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കും. നമ്മളുടെ മെയ്യായിരുന്നാലും എങ്ങനെയെങ്കിലും ഈ മുത്തശ്ശീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ ഈ കൊച്ചിറക്കൻ നമ്മുടെ യാങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളുടെ കഴുത്തിന് ഞെക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ മരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുന്നതും കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ട് നമ്മളുടെ ജീനിയാണെങ്കിൽ ആ വലിയ പൂവില്ലേ അതങ്ങ് വെട്ടി നശിപ്പിക്കും. അങ്ങനെ ഈ ചെറുക്കൻ അവിടെ വെച്ചിട്ട് തന്നെ അങ്ങ് ഇല്ലാണ്ടായി പോവും. നമ്മുടെ ജീനി ആയിരുന്നാലും യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തായിട്ട് എത്തും. അവൻ അവളുടെ അടുത്ത് ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ നമ്മളുടെ യാങ് പറയും, എൻ്റെ മുത്തശ്ശിയും നമ്മളുടെ സേജും എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോവും. നമ്മളുടെ ജീനി ആയിരുന്നാലും വന്ന് നോക്കുമ്പോൾ സേജിൻ്റെ ചാരം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മുത്തശ്ശിയുടെ ഫ്യൂണറൽ ഹാളിലാണ്. നമ്മുടെ യാങ് ഇപ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവൾക്ക് അവളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അവളുടെ കൈയൊക്കെ കണ്ടാൽ അറിയാം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവളുടെ കൈയെല്ലാം ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുമായിരുന്നു. കാര്യം അവൾ തന്നെ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കാൻ നോക്കും. എന്നാൽ അവൾ പറയും, നീ മാറി നിൽക്ക്, എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ മെയ്യായിരുന്നാലും ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ യാങ്ങിനായിരുന്നാലും ഒന്ന് പൊട്ടിക്കരയാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. അവൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവളുടെ മുത്തശ്ശി അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാത്തിനകത്തും നോട്ട്സൊക്കെ എഴുതിയിട്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ യാങ്ങിന് എന്തോ പോലെ ഫീൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മറ്റേ ബാങ്ക് എംപ്ലോയി നമ്മുടെ യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവൾ ചോദിക്കും, എൻ്റെ ഓഫീസിലായിട്ട് നിന്റെ ബാഗ് ഇരിക്കുന്ന കണ്ടു, ഇതിനകത്ത് ഒരുപാട് ക്യാഷും ഉണ്ട്, എനിക്കിത് വേണ്ട എന്ന്. എന്നാൽ നമ്മുടെ യാങ് പറയും, ഇത് നീ വെച്ചോ, നീ എനിക്ക് വലിയൊരു സഹായം ചെയ്തു, അതിൻ്റെ പേരിലാണ് ഞാനിത് നിനക്ക് തരുന്നത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീനിയുടെ 3 വിഷ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒന്നും അവർക്ക് ഓർമ്മ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇവക്കും ഇപ്പോൾ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ യാങ് ആണെങ്കിൽ ഈ പൈസേനെ എടുത്ത് അവിടെയായിട്ടൊരു കുഴിയെടുത്ത് അതിലങ്ങ് കുഴിച്ചു മൂടും. കാര്യം ആ ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്ടാ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മെയ് യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നാൽ യാങ് ആരെയും കാണാൻ റെഡി ആയിരുന്നില്ല. അവള് വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കും. അവളാണെങ്കിൽ ഫുഡൊന്നും കഴിക്കാൻ റെഡി ആയിരുന്നില്ല. എപ്പോഴും ലാമ്പ് എടുത്തിട്ട് അതിനകത്ത് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ജീനിനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ അവനവിടെ വരുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ യാങ് ആയിരുന്നാലും ജീനിനെ കാണാഞ്ഞ് വേഗം തന്നെ ഫ്ലൈറ്റും പിടിച്ച് അവൾ ആ ഡെസേർട്ടിലായിട്ട് വരും. അവിടെ വന്നിട്ട് അവൾ 5-6 ദിവസം നമ്മുടെ ജീനിയുടെ പേരും വിളിച്ച് അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. എന്നാൽ നമ്മുടെ ജീനി ആണെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു ദിവസം നമ്മുടെ ജീനി അവളുടെ മുമ്പിലായിട്ട് വരും. അവിടെ നമ്മളുടെ യാങ് പറയും, എനിക്ക് എൻ്റെ അവസാനത്തെ വിഷ് വേണം, അതും എൻ്റെ മുത്തശ്ശി അനുഭവിച്ചതുപോലെ സന്തോഷവും സ്നേഹവും പ്രണയവും എൻ്റെ ഫ്രണ്ട് അനുഭവിക്കുന്ന പോലുള്ള ഇഷ്ടവും എല്ലാം എനിക്ക് അനുഭവിക്കണം.
എല്ലാം ഒരു ദിവസത്തേക്ക് മാത്രം മതി. ഞാൻ ഇങ്ങനത്തെ ഒരു വിഷ് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കും എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടൂടെ, നിനക്കും ഫ്രീഡം കിട്ടുമല്ലോ. ഇത് കേൾക്കുന്നതും നമ്മളുടെ ജീനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവനവിടെ പറയും, നീ അവസാന നിമിഷവും വേറൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനൊരു വിഷ് തന്നെ പറഞ്ഞിരിക്കുന്നത്. നീ അന്നും എന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഹ്യൂമൻ ബീയിങ് തന്നെയായിരിക്കും. നീ ഇപ്പോഴും അത്രയും പവിത്രതയോട് കൂടിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ ജീനി നല്ലതുപോലെ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ യാങ് ആണെങ്കിൽ വലിയ കുലുക്കമൊന്നും ഇല്ലാണ്ടാ നിൽക്കുന്നത്. അവിടെയായിട്ട് ജീനി ആണെങ്കിൽ നമ്മുടെ യാങ്ങിൻ്റെ വിഷ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. എന്നാൽ ഇവളുടെ വിഷ് ഗ്രാൻഡ് ചെയ്യുന്നതും നമ്മുടെ ജീനി അവളുടെ ലൈഫിൽ നിന്ന് തന്നെ പോകത്തില്ലേ. അവൾ അവനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് മറന്നും പോവുമല്ലോ. ഇവിടെയായിട്ട് നമ്മളുടെ ജീനി ആണെങ്കിൽ വിഷ് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ മുമ്പിലായിട്ട് മുട്ടുകുത്തി നിന്ന് അവളെ മാസ്റ്ററായിട്ട് അംഗീകരിച്ചിട്ടാണ് പോകുന്നത്. ഈ സീൻ ഭയങ്കര ഇമോഷണലാണ് കേട്ടോ. കാര്യം നമ്മുടെ ജീനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ. അവൻ ദൈവത്തിനോട് വെല്ലുവിളിച്ച് തന്നെ അവൻ മനുഷ്യൻ്റെ മുന്നിൽ മുട്ടുകുത്തില്ല എന്നാൽ ഇവിടെ നമ്മളുടെ യാങ്ങിൻ്റെ പ്രവൃത്തികൾ കാരണം നമ്മുടെ ജീനി ഇവിടെ മുട്ടുകുത്തി പോവുകയാണ്. അന്ന് ദൈവം പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, ജീനി ആരുടെയെങ്കിലും മുമ്പിൽ മുട്ടുകുത്തേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അന്ന് അവൻ്റെ അന്ത്യമായിരിക്കുമെന്ന്. ഇവിടെ നമ്മളുടെ യാങ്ങിൻ്റെ മുമ്പിൽ നിന്ന് ജീനി അങ്ങ് അപ്രതീക്ഷമായി പോവും. യാങ് ആണെങ്കിൽ അവളുടെ ഫീലിങ്സിനെ അനുഭവിക്കാൻ തുടങ്ങും. അവളുടെ കുഞ്ഞിലെ തൊട്ടുള്ള എല്ലാ മെമ്മറീസും അവളുടെ മുമ്പിലായിട്ട് ഒരു സിനിമ പോലെ പ്രത്യക്ഷപ്പെടും. അവൾക്ക് മനസ്സിലാവും സ്നേഹം എന്താണ്, കെയറിങ് എന്താണ്, പേടി എന്താണ്, സങ്കടം എന്താണ്, എല്ലാം അവൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൾ ഇതൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജീനിയുടെ കഴുത്തറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏഞ്ചൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഡീല് പ്രകാരം നമ്മളുടെ ജീനി ഇപ്പോൾ ഒരു മനുഷ്യന്റെ മുന്നിൽ മുട്ടുകുത്തിയില്ലേ, ജീനിനെ അങ്ങനെ നമ്മുടെ ഏഞ്ചൽ അങ്ങ് കൊന്നുകളയും. അതേസമയം തന്നെ ഡെസേർട്ടിലായിട്ട് നമ്മളുടെ ഏഞ്ചലിന്റെ അസിസ്റ്റന്റ് ഇല്ലേ, അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ കയ്യിലായിട്ട് ആ മണ്ണും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് സോറി പറയും. എന്നിട്ട് പറയും, നീ മറന്നുപോയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, നീ അയാളെ ഓർക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലിരുന്ന് ഞാൻ കുപ്പി അങ്ങ് പൊട്ടിച്ച് കളയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ്ങിന് ജീനിനെ പറ്റിയിട്ടുള്ള എല്ലാ മെമ്മറീസും ഓർമ്മ വരും. അവൾക്ക് മനസ്സിലാവും അവൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു, അയാളും അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു എന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളുടെ യാങ്ങിന് അവളുടെ കരച്ചിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. അവൾ അവിടെ പൊട്ടിക്കരയും. അങ്ങനെ അവൾ ഒരു ദിവസം ഫുള്ള് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ യാങ് ആണെങ്കിൽ കരഞ്ഞ് അവസാനം ആ മരുഭൂമിയിൽ വീണ് തന്നെ അങ്ങ് മരിച്ചു പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ യാങ് ആണെങ്കിൽ കുറേ ദിവസമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഒരു മനുഷ്യന് എത്ര ദിവസമൊന്നും വെച്ചിട്ടാ ഫുഡൊക്കെ കഴിക്കാണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്നേ. അതും അവളിപ്പോൾ ഒരു മരുഭൂമിയിലുവാ നിൽക്കുന്നേ. അങ്ങനെ ഇവളുടെ മരണ വാർത്ത നമ്മളുടെ മെയ് അറിയും. അവൾ ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ യാങ്ങിൻ്റെ ഫ്യൂണറൽ ചടങ്ങൊക്കെ കഴിയും. ഇവിടെ നമ്മളുടെ മെയ് ആണ് സത്യം പറഞ്ഞാൽ നല്ലതുപോലെ ലോൺലി ആയത്. അങ്ങനെ ഒരു ദിവസം നമ്മളുടെ മെയ് ആണെങ്കിൽ യാങ്ങിൻ്റെ ആ ഒരു ഗ്രേവിലായിട്ട് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് അവിടെ പ്രത്യക്ഷപ്പെടും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാങ് ഇപ്പോൾ ഒരു ജീനിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കിത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ജീനി അവളുടെ ലൈഫിൽ വന്നൊന്നും വെച്ചിട്ട് അവൾക്ക് എങ്ങനെ ജീനി ആവാൻ പറ്റും? എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ യാങ് ആണെങ്കിൽ ഭയങ്കര കിടിലമായിട്ട് ഇവളുടെ മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കും, നിനക്ക് എൻ്റെ അടുത്ത് 3 വരം ചോദിക്കാം, 3 3 ഞാൻ സാധിച്ചിരുന്നതായിരിക്കും എന്ന്. അങ്ങനെ നമ്മളുടെ മെയ് ആണെങ്കിൽ ആദ്യത്തെ വിഷയമായിട്ട് പറയുന്നത് എല്ലാ ദിവസവും 4 മണിക്ക് നീ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരണം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള കൊച്ചുകുട്ടികളെല്ലാം ആ ഡെന്റൽ ക്ലിനിക്കിലായിട്ട് പല്ല് നേരെയാക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന്. അതും നമ്മളുടെ യാങ് സാധിച്ചു കൊടുക്കും. 3ാമത്തെ വിഷയങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കും. അങ്ങനെ നമ്മളുടെ മെയ്യും യാങ്ങും കൂടി നല്ലതുപോലെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അവർ നല്ലതുപോലെ എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആവുന്നതും നമ്മളുടെ യാങ് ആണെങ്കിൽ മെയ്യുടെ അടുത്ത് ചോദിക്കും, നിനക്കിനി വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ മെയ് പറയുന്നത്, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. നിനക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ചിരിക്കാൻ പറ്റണം. നീ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വരണം. ഇതാണ് എൻ്റെ അവസാനത്തെ വിഷ്. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ വിഷ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മെയ് ആണെങ്കിൽ യാങ്ങിനെ അങ്ങ് മറന്നു പോകത്തില്ലേ. പിന്നീട് നമ്മുടെ യാങ്ങിനാണെങ്കിൽ മെയ്യുടെ ലൈഫിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. മെയ് ആയിരുന്നാലും ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ യാങ്ങിനെ മറന്നിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന 1 വർഷത്തോളം നമ്മളുടെ യാങ് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. ആൾക്കാരുടെ വിഷസ് എല്ലാം കംപ്ലീറ്റ് ആക്കി കൊടുത്ത് അവൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം നല്ലതുപോലെ മഞ്ഞ് വീഴുന്ന ഒരു സമയത്ത് നമ്മുടെ യാങ് ആണെങ്കിൽ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്ന അവൾ പറയും, ആഹാ റൊമാൻറ്റിക് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സമയം, പക്ഷേ എനിക്കാണെങ്കിൽ അതിന് യോഗമില്ല, ഞാൻ എന്ത് ചെയ്യാനായെന്ന്. പെട്ടെന്ന് തന്നെ അവളുടെ മുമ്പിലായിട്ട് നമ്മുടെ ജീനി വന്ന് നിൽക്കും. ഇവനെ കാണുന്നേ നമ്മുടെ യാങ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ അവനെ ഇങ്ങ് കെട്ടിപ്പിടിക്കും. അവൾ ചോദിക്കും, അല്ല നീ എങ്ങനെ ഇവിടെ എത്തിയത്, നിനക്ക് എങ്ങനെയാ തിരിച്ചു വരാൻ പറ്റിയേ? എന്നാൽ നമ്മളുടെ ജീനിക്കും അതിൻ്റെ ആൻസർ
കളർ അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ യാങ്ങിൻ്റെ മുത്തശ്ശിയില്ലേ, അവർ നമ്മളുടെ ഏഞ്ചലിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ നല്ലതുപോലെ നടത്തി വലയിപ്പിച്ചിട്ട് അവസാനം അവർ വിഷ് ചോദിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ചെറുമോക്ക് അവളുടെ ജീനിനെ തിരിച്ചു കൊടുക്കണോ എന്ന്. അങ്ങനെയാണ് നമ്മളുടെ ജീനി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ജീനിക്കാണെങ്കിൽ ഇപ്പോൾ വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. അവനിപ്പോൾ ഈ ഹ്യൂമൻ വേൾഡിൽ നല്ല ഫ്രീ ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, അവനിപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണം. അവനങ്ങനെ ഓരോരോ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. എന്നാൽ നമ്മുടെ യാങ്ങിന് അതത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ അവളാണെങ്കിൽ ഇവനെ കൊണ്ടുവന്നിട്ട് ഒരു ഗാർഡനിലായിട്ടൊരു കുഴി എടുത്തിട്ട് അതിനകത്തുനിന്ന് അവളുടെ പൈസയെല്ലാം ഇവന്റെ കയ്യിലായിട്ട് എടുത്തു കൊടുക്കും. ഇത് കാണുന്നത് നമ്മളുടെ ജീനിക്ക് ഒരുപാട് സന്തോഷമാവും. പിന്നീട് കാണിക്കുന്ന ഇവർ രണ്ടുപേരും അവരുടെ ഫാമിലി ലൈഫ് നല്ലതുപോലെ ജീവിക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജീനി ആയിരുന്നാലും അവന്റെ സേജിനെ തിരിച്ചു കൊണ്ടുവരും. അത് കറക്റ്റ് കാർബൺ കോപ്പി തന്നെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജീനിയും യാങ്ങും നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത്. ഇവിടെയായിട്ട് സേജ് ആണെങ്കിൽ ജീനിക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അതൊരു പ്രത്യേകതരം കപ്പിലാണ്. ആ കപ്പ് നമ്മളുടെ ജീനിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് കൊടുത്തതായിരുന്നു. ഇത് കാണുന്ന യാങ് അവനെ എടുത്തിട്ട് ഓട്ടിക്കാനൊക്കെ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന കുറേ കാലത്തിന് ശേഷമാണ്. അതായത് നമ്മളുടെ ഫ്രണ്ടായിട്ടുള്ള മെയ്യില്ലേ, അവൾ നല്ല പ്രായമായിട്ടുണ്ട്. അവളാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ ഓർമ്മയിൽ ദുബായിൽ വന്നിട്ട് അവിടുത്തെ ആ ഒരു ഡെസേർട്ടില്ലേ, അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഇവിടെ നിന്നാണല്ലോ ഈ സ്റ്റോറിയുടെ എല്ലാം സ്റ്റാർട്ടിങ്. അവിടെയായിട്ട് മണലിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതായത് അവിടെ ഉള്ള ഒരാൾ പറയും ഇവിടുത്തെ സ്പിരിറ്റുകളൊക്കെ ഡാൻസ് കളിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ യാങ്ങും ജീനിയും തന്നെയാണ് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ കപ്പിളാണല്ലോ. അവിടെയായിട്ട് നമ്മുടെ യാങ്ങും ജീനിയും ദൂരെ നിൽക്കുന്ന മെയ്യിനെ നോക്കും. എന്നിട്ട് അവർ പറയും നമ്മൾ പുതിയൊരു ജനറേഷനിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് എന്ന്. രണ്ടെണ്ണം ഇപ്പോഴും പഴയതുപോലെ തന്നെ അടിയാണ്. നമ്മുടെ യാങ് ആയിരുന്നാലും ജീനിയുടെ കാലിലൊക്കെ ചവിട്ടുന്നുണ്ട്. എന്നാലും രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. പെട്ടെന്ന് തന്നെ രണ്ടുപേർക്കും വിഷസിന് വേണ്ടിയിട്ട് കോള് വരുന്നതും രണ്ടുപേര് രണ്ട് വഴിയിലായിട്ട് പറന്നു പോകുന്നതാണ് കാണിക്കുന്നത്. ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സീരീസ്? നമ്മൾ നോർമൽ സീരീസ് കാണുന്നത് പോലെയുള്ള ഒരു ക്ലീഷേ എൻഡിങ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു എൻഡിങ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു സൂപ്പർ ഹിറ്റ് സീരീസുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.